നമസ്കാരം. ചില വീടുകളിലൊക്കെയുള്ള പേരൻറ്റിങ്ങിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മക്കളുടെ മേൽ പാർഷ്യാലിറ്റി അപ്പനും അമ്മയും കാണിക്കും. ചില വീട്ടിൽ അപ്പനെ ഒരു മകനെ ഇഷ്ടമായിരിക്കും, അല്ലെ അമ്മയ്ക്ക് വേറൊരു മകളെ ഇഷ്ടമായിരിക്കും. ചില വീട്ടിൽ അപ്പനും അമ്മയ്ക്കും വേറൊരാളോടായിരിക്കും താല്പര്യം. കാരണം എനിക്കറിയില്ല അതെന്താ സംഭവിക്കുക. വളരെ റെയർ വീടുകളിൽ മാത്രമേ മക്കളെ തുല്യമായിട്ട് കാണത്തുള്ളൂ. ചില വീട്ടിലൊക്കെ 2-3 പെൺകുട്ടികൾക്കിടയിൽ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ അവനെ മാത്രം ഫോക്കസ് ചെയ്യും. അവനെന്തോ വലിയ സംഭവമാണ്, അവന് മാത്രം കൂടുതൽ കാര്യങ്ങൾ കൊടുക്കും, എന്നാൽ ഏറ്റവും കൂടുതൽ പഴിച്ചു പോകുന്ന അവൻ തന്നെയായിരിക്കും. എന്നാൽ നേരെ തിരിച്ച് ചില സ്ഥലങ്ങളിൽ വേറൊരു സംഭവം ഉണ്ടാകും, തിരിച്ച് സംഭവിക്കും. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അയാൾ വിവാഹം കഴിച്ച ശേഷം വിവാഹം കഴിച്ച് എന്ന് മരുമകൾ വീട്ടിലേക്ക് വന്നു, അന്ന് തൊട്ട് വീട്ടിൽ വലിയ ബഹളങ്ങളാണ്. എന്നാൽ ഈ മരുമകൾ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതോ അമ്മയും അപ്പനുമായിട്ട് വലിയ ബഹളം ഉണ്ടാക്കുന്നതോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇവർക്ക് അപ്പനും അമ്മയ്ക്കും എല്ലാം പ്രോബ്ലമാണ്. അത് പെണ്ണിനോടല്ല പ്രോബ്ലം, ഈ മകനോടാണ് പ്രോബ്ലം. മകൻ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഒറ്റ മകനാണ്, ഒരു സഹോദരിയേ ഉള്ളൂ. മകൻ്റെ വേറെ വീട് മാറി താമസിക്കണം, മറ്റു കാര്യങ്ങൾ, അങ്ങനെ എപ്പോഴും വളരെ വളരെ കണ്ടീഷനും അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഈ മക്കൾ ഉണ്ടാക്കുകയാണ്. അവൻ പറയുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവനെ കൊണ്ട് നടന്ന് വളർത്തിയൊരു സഹോദരിയാണ്, എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയ സഹോദരിയാണ്. ആ സഹോദരിയും ഭർത്താവും ഇടയ്ക്കിടയ്ക്ക് വന്ന് വീട്ടിൽ വന്ന് ഏറ്റവും കൂടുതൽ ചാണ വെക്കുന്ന അവരാണ്. അവൻ പറഞ്ഞ യാതൊരുമായ രീതിയിൽ അവൻ്റെ വിഷമങ്ങളെല്ലാം വിളിച്ച് സഹോദരിയോട് പറയുമായിരുന്നെന്ന് പറഞ്ഞു. ഒരു ദിവസം അപ്പൻ്റെ ഫോണ് എന്തിനോ ഫോർമാറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ ഇവന് ഈ അപ്പൻ്റെ ഫോണിൽ കിടന്ന റെക്കോർഡ് ഓപ്ഷനിൽ നോക്കിയപ്പോൾ ഈ മകൾ വിളിച്ച് സംസാരിച്ചിരിക്കുകയാണ്. മുഴുവൻ ഇവനെയും ഇവൻ്റെ ഭാര്യയെ പറ്റിയുള്ള കുറ്റങ്ങളാണ്. അവരെ ഇവിടുന്ന് തുരത്തണമെന്നും എനിക്ക് ആ വോയിസ് റെക്കോർഡ് അയച്ചു തന്നു. വളരെ മോശമായ രീതിയിലായി പുള്ളിക്കാരി സംസാരിക്കുക. കാരണം ഒരു മകള് സ്വന്തം സഹോദരനെതിരായിട്ടാണ് ആരോപണം ഉന്നയിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു 2-3 ഏക്കർ വസ്തുവുണ്ട്. ഇപ്പോൾ ആ മകൾക്ക് ആ വസ്തു വിൽപ്പിച്ച് അപ്പനും അമ്മയും കൊണ്ട് വിൽപ്പിച്ച് അതിൻ്റെ ഷെയർ മകൾക്ക് മേടിക്കണം. അവൻ പറയുന്ന അവരുടെ സാമ്പത്തികം ഇല്ലായ്മയിൽ അവനും കൂടെ കഷ്ടപ്പെട്ട് ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടാണ്. അവൾക്ക് ഷെയർ വസ്തുവായിട്ട് തന്നെ പകുതി വസ്തുവും കൊടുത്തു വിട്ടാണ്. പക്ഷേ ഇവന് അവകാശം വരാനുള്ള വസ്തു പോലും പിന്നെ വേണമെന്നുള്ള ധാരണയിൽ വന്നു നിന്ന് അമ്മയും അപ്പനെ സോപ്പിട്ട്, എന്നാൽ ഈ അമ്മയ്ക്കും അപ്പനോ മനസ്സിലാവുന്നില്ല മകൾ വന്ന് സോപ്പിട്ട് സ്വന്തം മകൻ്റെ ജീവിതം നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അത്രയുള്ള ആൾക്കാരും ഉണ്ട്. നമ്മൾ പേരൻറ്റിങ്ങിന് ഞാൻ പറയുന്ന ഒറ്റൊരു കാര്യം വെച്ചാൽ പല ആൾക്കാരും സംസാരിക്കുമ്പോൾ അറിയാം, മക്കളെ പാർഷ്യാലിറ്റി ചെയ്ത് വളർത്തരുത്. അവർക്ക് അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ മക്കൾ തെറ്റിപ്പോകും, അവരുടെ കുടുംബം നശിക്കും. നമ്മൾ വിചാരിക്കും ഈ മക്കൾ നമ്മളെ സംരക്ഷിക്കുമെന്ന്, പക്ഷേ ചിലപ്പം അവർ സംരക്ഷിക്കണമെന്നില്ല. നിങ്ങളുടെ കയ്യിലെ കാശ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നിങ്ങളെ വലിച്ചെറിയും. താങ്ക് യു.